ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മെഡീവൽ ഇന്ത്യ കൾച്ചറൽ മൊമെൻറ്റ്സ് 7ാം ക്ലാസ്സിലെ പാർട്ട് 4 ആണ് നോക്കാം. സൂഫി മൊമെൻറ്റ്. ഓക്കെ. ജലാലുദ്ദീൻ ഖിൽജി, the Sultan of Delhi, revealed his desire to Amir Khusro to meet Sheikh Nizamuddin Aulia. The Sultan insisted that the meeting should be kept the secret of Aulia would refuse to meet him if he come to know about it, but Khusro told this to Aulia, who did not like to meet rulers, travels far on the day of the visit. On reaching the Ganhagi, the king could not see the sheikh and became angry with Khusro. You were deserving the Sultan, weren't you? Khusro replied, if I deserve the king, only my life in this world with end. But if I cheat my sheikh, I will lose the immortal afterlife too. എന്താണെന്ന് വെച്ചാൽ ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഒലിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ സന്ദർശന വിവരം നിസാമുദ്ദീൻ ഒലിയെ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അറിഞ്ഞാൽ അയാൾ സമ്മതിക്കില്ല, സുൽത്താൻ അതറിയാം. എന്നിട്ട് ഖുസ്രു അക്കാര്യം ഓലിയോട് പറഞ്ഞു. ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഓലിയെ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി. എന്നിട്ട് ഗാൻഹാലിയിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നില്ലേ? ഖുസ്രു മറുപടി പറഞ്ഞു, രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ, പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു. ഓക്കെ. Doesn't this incident tell as to Khusro, who was not afraid to death, was afraid of the displeasure of Sufi Sheikh Nizamuddin Aulia? What else did you learn from this story? എന്താണ് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലായത്? മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഒലിയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നില്ലേ എന്നല്ലേ? ഓക്കെ. എന്താണെന്ന് നിങ്ങൾ എഴുതുക. ഇനി അടുത്തത് സൂഫി were those who accepted the bhakti was meant to approach God. Sufi scholars thought one of the way to achieve this devotional singing. They traveled among the common people and propagated Sufi principle, emphasized as given to concept of monotheism, fraternity and humanity and devotion to God. ഭക്തിയെ ദൈവത്തോടടുക്കാനുള്ള ഒരു മാർഗമായി സ്വീകരിച്ചവരായിരുന്നു ആര്? സൂഫികൾ. അതിനുള്ളൊരു വഴി ഭക്തി ഗാനങ്ങൾ ആലപിക്കലാണെന്ന് സൂഫി വര്യന്മാർ കരുതി. എന്നിട്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെന്ന് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകി. ഓക്കെ. ഇനി സൂഫിസം നോക്കുക. ഇവിടെ സൈഡിൽ സ്കോളേഴ്സ് സജസ്റ്റ് that the word Sufism is derived from the word suf, meaning of wool, or from the words സഫി മീനിങ് ഓഫ് പ്യൂരിറ്റി. സൂഫിസം എന്ന പദം ഉണ്ടായത് കംപ്ലി എന്ന അർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നോ, അതായത് ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. Sufism is an Islamic devotional movement which originated in Central Asia. The rulers here began to pay more attention to worldly pleasure like wealth, power and luxurious life. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണിത് സൂഫിസം. ഇവിടെ ഭരണാധികാരികൾക്ക് സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഓക്കെ. ഇവർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. It was against such a trend that the Sufi movement emerged. The Sufi movement reached India by 12th century CE. Among the 12th Sufis set as Silsila, the Chisti, Suhrawardi and Silsilas reached India. എന്താണെന്നറിയാം? 12ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലേക്ക് ഈ പ്രസ്ഥാനം എത്തിച്ചേർന്നു. സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിലെ ചിസ്തി, സുഹ്രവർദി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഓക്കെ.
ഇനി അടുത്തത് സൂഫി മാസ്റ്റേഴ്സ് വേഴ്സ് വൺ ഓഫ് ഹൂ ഗേവ് ഇമ്പോർട്ടൻസ് ടു എ സ്പിരിച്വൽ ലൈഫ് abstaining from the luxurious life. The Sufi masters was called Pir and his followers were called Murid. ഓക്കെ, എന്താണെന്നറിയാം? എന്താണ്? ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിയവർ, ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് ആര്? സൂഫിയിലെ ഗുരുക്കന്മാർ. അതായത് ഗുരുവിനെ ഇവരെന്താണ് പറയുന്നത്? പീർ എന്നാണ്. എന്താണ്? ഷെയ്ഖ്, ഓക്കെ, എന്നും അനുയായികളെ ഇവരെന്താ പറയുക? മുരീദ്. ഓക്കെ, മുരീദ്. അത് വരയ്ക്കട്ടോ. ഇനി അടുത്തത് The Ganhagi, where the Sufis reside were the social center of the time. Gawwalis were devotional songs rendered in the special chanting style called Sama is the Sufi centers. During the Sultanate and Mughal period, Sufi were able to bring about unity among different religious sects. എന്താണ് അറിയാം? സൂഫികളുടെ മതസ്ഥലങ്ങളായിരുന്ന ഗാൻഹാഗികൾ അക്കാലത്തെ സാമൂഹ്യ കേന്ദ്രങ്ങളായിരുന്നു. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലി ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളാണ് എന്ത്? ഗവ്വാലി. എന്താണ്? സൽത്തനത്ത്. എന്താണ്? എന്നിട്ട് മുഗൾ കാലഘട്ടത്തിൽ ഇവർ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത്? സൂഫികൾക്ക് ഇതുകൊണ്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇനി എന്താണ് നോക്കുക? ദ മേജർ സൂഫി മാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് റിലീജിയസ് റിലേറ്റഡ് ദം ആർ ഗിവൺ ബിലോ. എന്താണ്? ഇന്ത്യയിൽ പ്രധാന സൂഫിമാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും ചുവടെ തന്നിരിക്കുന്നു. നോക്കാം. ദ പ്രോമിനൻറ്റ് സൂഫി മാസ്റ്റേഴ്സ്. എന്താണ്? സൂഫി വര്യന്മാരും പിന്നെ പ്രദേശങ്ങൾ, റീജിയൻസ്, അവിടെ പ്രദേശങ്ങളൊക്കെ. എന്താണ്? ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി. എന്താണ്? സിൽഹറ്റാണ്. ഓക്കെ. ഇനി അടുത്തത് ഷെയ്ഖ് നിസാമുദ്ദീൻ ഓലിയ. എന്താണ്? ഡൽഹിയാണ്. പിന്നെ ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി അജ്മീറിൽ. ഓക്കെ. ഇനി അടുത്തത് പ്രിപ്പയർ ദ ഇൻഫോർമേഷൻ റിക്വയർഡ് ടു മേക്ക് ദ സ്ലിപ്പ് ബുക്ക് ഓൺ ദ സൂഫി മൂവ്മെൻറ്റ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് ദി ഫ്ലിപ്പ് പേജ്. എന്താണെന്നറിയാം? സൂഫി എന്താണ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലിപ്പ് ബുക്ക് നിർമ്മിക്കാനാണ് ആവശ്യപ്പെട്ടത്. എന്താണ്? വിവരങ്ങൾ ഫ്ലിപ്പ് പേജ് മാതൃകയിൽ, അവിടെ ചിത്രത്തിൽ കണ്ട ഫ്ലിപ്പ് പേജ് മാതൃക എന്ന് പറഞ്ഞാൽ ഇതാണ്. നോക്ക് എന്താണ് എഴുതിയത്? സൂഫീസ് വെർ ദോസ് ഹൂ ആക്സെപ്റ്റഡ് ഡിവോഷൻ ആസ് മീൻസ് ടു അപ്രോച്ച് ഗോഡ്. എന്താണ്? ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മാർഗമായി സ്വീകരിച്ചവരായിരുന്നു ആര്? സൂഫികൾ. പിന്നെ എന്താണ്? സൂഫി സ്കോളേഴ്സ് ത്രൂ ദാറ്റ് വൺ ഓഫ് വേ ഓഫ് ആക്സസ് ടു ഗോഡ് ടു ഡിവോഷൻ സിംഗിങ്. എന്താണ്? ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മാർഗം ഭക്തി ഗാനാലാപനം എന്ന് ആര് വിചാരിച്ചു? സൂഫി വര്യന്മാർ കരുതി. ഇനി ഗ്രോത്ത് ഓഫ് വെർണാങ്കുലർ ലാംഗ്വേജ്. എന്താണ്? പ്രാദേശിക ഭാഷകളുടെ വളർച്ച. ഓക്കെ. ഭക്തി സൂഫി പ്രൊപ്പഗേറ്റഡ് യൂസ്ഡ് ടു വെർണാങ്കുലർ ലാംഗ്വേജ് ടു സ്പ്രെഡ് ദെയർ ഐഡിയാസ് എമംഗ് കോമൺ പീപ്പിൾ. എന്താണ്? സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷയിലാണ് എന്ത്? ആശയവിനിമയം നടത്തിയത് എന്നാണ് പറയുന്നത്. ദിസ് ലീഡ് ടു ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജ്. എന്താണ്? ഇത് പ്രാദേശിക ഭാഷയുടെ വളർച്ചയ്ക്ക് കാരണമായി. Many devotional poems are composed in language like Tamil, Punjab, Bengali, Marathi, Telugu, Kannada, Malayalam, etc. Many others literary work in the vernacular language were also be composed. Urdu, a combination of Persian and Hindi, is an example of India cultural integration. Amir Khusro was one of the most prominent writer of the Urdu language during this period. Kabir Dohas enriched the Hindi language. Mahabharata, Ramayana and other work have been translated into various regional language. This lead to of a language of literature. അപ്പോൾ എന്താണ് പറയുന്നത്? സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്താ ഭക്തി സൂഫി പ്രചാരകർ എന്ത് ചെയ്തു? പ്രാദേശിക ഭാഷകളിലാണ് എന്ത് ഇവരുടെ പ്രചരണം നടത്തിയിരുന്നത്. ഇതെന്താണ്? ഈ വെർണാങ്കുലർ ലാംഗ്വേജ് വളർച്ചയ്ക്ക് അതിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. എന്താണ്? വെർണാങ്കുലർ ലാംഗ്വേജിൻ്റെ വളർച്ചയ്ക്ക് ഇത് കാരണമായി. എന്താണ്? തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്കു, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തി കാവ്യങ്ങൾ ഇവർ രചിച്ചു. എന്താണ്? എന്നിട്ട് പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യ കൃതികൾ ഉണ്ടാക്കിയതാണ്. പേർഷ്യയിലും ഹിന്ദിയിലും ചേർന്നുണ്ടായ ഉറുദുകളുടെ ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. ഓക്കെ. അക്കാലത്ത് ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയമായ എഴുത്തുകാരായിരുന്നു അമീർ ഖുസ്രു. എന്താണ്? കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയിലെ സമ്പന്നമാക്കി.
ഇനി മഹാഭാരത, രാമായണം എന്നിവയും മറ്റ് കൃതികളും ഈ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇനി അടുത്തത് നോക്കാം. ദ മേജർ ലിറ്റററി വർക്ക് ഇൻ ഓതേഴ്സ് ഇൻ വെർണാങ്കുൾ ലാംഗ്വേജ്. ഒക്കെ എന്താണ്? പ്രാദേശിക ഭാഷകളിൽ ഉണ്ടാക്കിയ പ്രധാന സാഹിത്യ കൃതികളും രചയിതാവിൻ്റെ പേരുകളാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. തമിഴ് എന്താണ്? 4000 ദിവ്യപ്രബന്ധം, തിരുമുറൈകൾ, ആഴ്വാസ് നയനാസ്. ഓക്കെ. ഇനി അടുത്തത് കന്നഡ വചനാസ് എന്താണ്? ബസവണ്ണ, അക്കമ്മ മഹാദേവി, അല്ലമ്മ പ്രഭു. ഇനി തെലുങ്കു ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത എന്താണ്? നന്നയ്യ തിക്കണ്ണ യരപ്രഗത. ഓക്കെ. ഇനി അടുത്തത് ബംഗാളി ഗീതാ ഗോവിന്ദം ജയദേവൻ. പിന്നെ ഹിന്ദി പത്മാവത്, മാലി മുഹമ്മദ് ജയ്സി. മലയാളം ജ്ഞാനപ്പാന, അധ്യാത്മരാമായണം, കിളിപ്പാട്ട് എന്താണ്? മുഹമ്മദ് യുദ്ദീൻ മാല. ഓക്കെ. പൂന്താനം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ഗാസി മുഹമ്മദ്. ഓക്കെ. ഇനി അടുത്തത് പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ ടു ഭക്തി മൂവ്മെൻറ്റ് ഹെൽപ്ഡ് ഇൻ ഗ്രോയിങ് വെർണാങ്കുൾ ലാംഗ്വേജ്. എന്താണ്? പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം സഹായമായതെങ്ങനെ? നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി അടുത്തത് നോട്ട് ഞാൻ തരുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്ത് ഇൻഫ്ലുവൻസസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ്. എന്താണ്? ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം എന്താണെന്ന് പറയാൻ. ഓക്കെ. വാട്ട് വേർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ ദ സൊസൈറ്റി ആസ് റിസൾട്ട് ഓഫ് ഭക്തി സൂഫി മൊമെൻറ്റ്സ്. എന്താണ്? ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത്? ഒബ്സർവ് ദ ഗിവൺ ഇല്ലുസ്ട്രേഷൻസ്. താഴെയുള്ള ഇല്ലുസ്ട്രേഷൻ നോക്കാം. അതാണ് ഭക്തി സൂഫി ചിന്തകളുടെ സ്വാധീനം തന്നിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് ഓഫ് ഭക്തി സൂഫി ഐഡിയാസ് എന്താ? റിലീജിയസ് ടോളറൻസ് എന്താ? മതസഹിഷ്ണുത. പിന്നെ ആറ്റിറ്റ്യൂഡ് അഗെയിൻസ്റ്റ് ദ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്താണ്? ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം. ആറ്റിറ്റ്യൂഡ് ടു ക്വസ്റ്റ്യൻ ഇമ്പോസ്ഡ് കസ്റ്റംസ് എന്താണ്? അടിച്ചേൽപ്പിക്കപ്പെട്ട അനാചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം. ഓക്കെ. ഇനി കൂടുതൽ നമ്മളോട് ചേർക്കാൻ പറയട്ടെ, നമുക്ക് ചേർക്കാം. ഓക്കെ. ഇനി അടുത്തത് ദ മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ സെർവ് ദ ഹിറിഷ്യൽ issues and social inequalities. The political and social condition of the time were discussed in the previous chapter. In this context, the Bhakti Sufi movement have to played a critical role of reducing conflicts, bring people together and creating an atmosphere of peace and harmony. These movements were successful in bringing an idea of different religions to the common people. Influenced of Bhakti and Sufi ideas helped the people belonging to different castes and religions to coexist. The hallmark of modern Indian society is such a communal harmony, unity in diversity of fraternity, equality and pluralism have involved from the influence of Bhakti Sufi movement. എന്താണ് നോക്കാം. മധ്യകാലഘട്ടത്തിൽ സമൂഹത്തിൽ പൊതുവെ കടുത്ത എന്താ പറയുക സാമൂഹ്യ അസമത്വവും നിലനിന്നിരുന്നു. എന്താണ്? അക്കാലത്ത് രാഷ്ട്രീയ സാമൂഹ്യ വ്യവസ്ഥകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താണ് ഇനി മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി വ്യത്യസ്ത മതങ്ങളിലുള്ള ആശയങ്ങളെ സാധാരണക്കാരിൽ എത്തിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. പിന്നെ വിവിധ ജാതി മത വിഭാഗങ്ങളിൽ പെടുന്ന ജനങ്ങൾക്ക് നല്ല രീതിയിൽ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി. ആധുനിക ഇന്ത്യൻ സമൂഹത്തിലെ മുഖമുദ്രകളായ സാമുദായിക സൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത എന്നിവ തുടങ്ങിയ സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടവയാണ്. ഓക്കെ. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു. ടീച്ചറോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ അടുത്ത് ചോദിക്കാം. ഇനി ഇതിൻ്റെ നോട്ട് ടീച്ചർ തരാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.